അത്രയ്ക്ക് ഗംഭീര പെർഫോമൻസ് ആണ് ഈ സിനിമയ്ക്കകത്ത് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത്. ചോറൊന്നും ആയില്ലയോ? ശങ്കരൻകുട്ടി പേടിക്കണ്ട, കറിക്കരിയുന്ന വൈകുന്നേരത്തേക്കാ. എന്താ വിശപ്പായോ? വിശപ്പായോന്ന് ചോദിച്ചാ എന്നാ കഴിയഴിച്ചു വാ. 1978 ഇറങ്ങിയ അടൂർ ഗോപാലകൃഷ്ണൻ്റെ കൊടിയേറ്റം എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണ്. വൺ ആൻഡ് ഓൺലി ഭരത് ഗോപി അഭിനയിച്ച പടമാണ്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഞാൻ ഇതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ ഭരത് ഗോപിയുടെ സിനിമകളാണ് കണ്ടത്. കാരണം എനിക്ക് അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ആക്ടറാണ് ഭരത് ഗോപി. ഭരത് ഗോപി എന്ന ആക്ടറിനെ ആൾക്കാർ ഒരു നായക നടൻ അല്ലെങ്കിൽ ഒരു നടൻ എന്ന രീതിയിൽ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയത് ഈ സിനിമയ്ക്കകത്തൂടെയാണ്. അത്രയ്ക്ക് ഗംഭീര പെർഫോമൻസ് ആണ് ഈ സിനിമയ്ക്കകത്ത് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത്. ആ സിനിമയുടെ കാര്യം പറയുമ്പോൾ ഭരത് ഗോപിയുടെ മാത്രം കാര്യം പറഞ്ഞാൽ പോരാ, KPC ലളിത, കവിയൂർ പൊന്നം, എല്ലാവരും നല്ല കിടിലൻ പെർഫോമൻസ് കാഴ്ചവെച്ചൊരു സിനിമയാണ് കൊടിയേറ്റം. അതായത് കമ്മിങ് ഓഫ് ഏജ് എന്ന് പറയാൻ പറ്റില്ല, അതായത് ഒരു ട്രാൻസ്ഫോർമേഷൻ. അതായത് ഒരു ലേസി ആയിട്ട് ഒരു കാര്യത്തിനും ഉത്തരവാദിത്വം ഇല്ലാതെ വല്ലവരുടെയും ചിലവിൽ ഫുഡും കഴിച്ച് നടക്കുന്ന ഒരു സീരിയസ്നെസ്സും ലൈഫിന് കാണാത്ത ഒരാളുടെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ആ സിനിമ. എന്നിട്ട് അയാളെ നന്നാക്കാൻ വേണ്ടിയിട്ട് കല്യാണമൊക്കെ കഴിപ്പിക്കും, എന്നിട്ടും പുള്ളി നന്നാവത്തില്ല. എന്നിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ സീനൊക്കെ കാണിക്കുന്ന ഒരു സിനിമയാണ് കൊടിയേറ്റം. ഗംഭീര സിനിമയാണ്. അപ്പോൾ നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാകും. കാരണം ഇനി കുറേ പേര് ഇത് സജഷൻ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഓൾറെഡി കണ്ടിട്ടുള്ള സിനിമയാണ്. പക്ഷേ കുറേ ഭാഗമൊക്കെ ഞാൻ ഓർക്കില്ല. ഞാൻ ഈ വീഡിയോ ഒന്നും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടൊന്നും അല്ല പറഞ്ഞത്. ഞാൻ കണ്ട സിനിമകൾ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റ് വാച്ച് സിനിമയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഈ സിനിമ ഒന്ന് കണ്ടു നോക്കണം. യൂട്യൂബിൽ കിടപ്പുണ്ട് കൊടിയേറ്റം.